വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള കേന്ദ്ര ശ്രമത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. PM ശ്രീയിൽ ഉൾപ്പെടാത്തതിനാൽ സംസ്ഥാനത്തിന് കിട്ടാനുള്ള 1500 കോടി രൂപ കേന്ദ്രം തടഞ്ഞുവെച്ചതായും മന്ത്രി പറഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ദേശീയ വിദ്യാഭ്യാസത്തിലൂടെ രാജ്യത്തെ കാവ്യവൽക്കരണം തുടരുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. NCERTയുടെ ചരിത്രം തിരുത്തൽ നടപടിക്കെതിരെയും പോരാടും. 2023-24 വർഷത്തെ രണ്ടാം പകുതി മുതൽ സമഗ്ര ശിക്ഷയ്ക്കുള്ള ഫണ്ട് കേന്ദ്രം നൽകിയിട്ടില്ല. PM ശ്രീ ധാരണയിൽ ഒപ്പുവെക്കാത്തതിനാലാണ് വിഹിതം തടഞ്ഞുവെച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. 2023-24 രണ്ടാം പകുതി മുതൽ സമഗ്ര ശിക്ഷയ്ക്കുള്ള ഫണ്ട് കേരളത്തിൽ ലഭിച്ചിട്ടില്ല. എന്നാൽ ഇവർ രേഖാമൂലമായിട്ട് കാശ് തരാൻ, ഇന്ന കാര്യം കൊണ്ട് കാശ് തരാൻ വേണ്ടി പറ്റില്ല എന്നുള്ള ഒരു രേഖയും തരുന്നതിന് വേണ്ടി തയ്യാറല്ല. PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാത്തതിനാൽ ഫണ്ട് തടഞ്ഞു വച്ചിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അർഹതപ്പെട്ട വിഹിതം തടഞ്ഞുവെക്കുന്നത് 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ലംഘനമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ കേരളത്തിന്റെ എതിർപ്പും യോഗത്തിൽ ഉന്നയിച്ചു. രാജ്യത്തിന്റെ വൈവിധ്യത്തെ ദുർബലപ്പെടുത്തുന്നതാണ് NCERTയുടെ പുതിയ നീക്കമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഭാഷാ വൈവിധ്യത്തെ ദുർബലപ്പെടുത്തുന്നതാണ് NCERTയുടെ ഈ നീക്കം. സാംസ്കാരിക ഏകീകരണത്തിനുള്ള ശ്രമമായും വിദ്യാഭ്യാസ യാത്രയിലെ പിന്നോട്ടടിയായും കേരളം ഇതിനെ കാണുകയാണ്. കഴിഞ്ഞ 2 വർഷമായി പരിഷ്കരിക്കാത്ത പാഠപുസ്തകങ്ങളിൽ നിന്നും ചരിത്രം വെട്ടിമാറ്റിയത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. മതനിരപേക്ഷയും സംസ്കാരവും ഉയർത്തിപ്പിടിക്കുന്ന രാജ്യത്ത് പാഠപുസ്തകം തയ്യാറാക്കുന്ന രീതി അനുവദിക്കാനാവില്ലെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയിൽ സംസ്ഥാനത്തിന് നൽകാനുള്ള വിഹിതം നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് നിവേദനവും നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.